Curve sketching. We already discussed about the relative maximum, minimum, absolute maximum, minimum, asymptotes, etc. and increasing, decreasing functions, etc. Now we have to curve a given graph. So we have some guidelines for curve sketching. First we have to find the domain of f in the domain, function the domain കണ്ടുപിടിക്കണം. Then find the x and y intercepts. X and y intercepts means x-intercept means curve x-axisനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. എക്സും വൈയും ആക്സിസുകളാണ് ഉണ്ടാവുക. അപ്പോൾ x-axisനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് x-intercept, ദാറ്റ് ഈസ് y ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്. അതുപോലെ y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് y ഇൻ്റർസെപ്റ്റ്, ദാറ്റ് ഈസ് x ഈക്വൽ ടു 0 എടുക്കുമ്പോഴുള്ള പോയിന്റ്. അത് കണ്ടുപിടിക്കണം. ദെൻ ഡിറ്റർമൈൻ വെദർ ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി y ആക്സിസ് ഓർ ദി ഒറിജിൻ. സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സിമ്മട്രിക് മീൻസ് ഇപ്പോൾ എക്സ് ആക്സിന് സിമ്മട്രിക് ആണ് എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് ആക്സിസ്. എക്സ് ആക്സിൻ്റെ മുകളിലും താഴെയും ഫംഗ്ഷൻ ഒരേ ഷേപ്പായിരിക്കും. അതായത് ഇപ്പോൾ സർക്കിളൊക്കെ എക്സ് ആക്സിന് സിമ്മട്രിക് ആണ്, മുകളിലും താഴെ ഒരേപോലെ. അതുപോലെ വൈ ആക്സിന് സിമ്മട്രിക് ആണെന്ന് പറഞ്ഞാൽ വൈ ആക്സിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഒരേ ഷേപ്പായിരിക്കും. അപ്പോൾ സർക്കിൾ എക്സിലും വൈനും സിമ്മട്രിക് ആണ്. ഒറിജിനൽ സിമ്മട്രിക് എന്ന് പറയുമ്പോൾ ക്വാഡ്രൻറ്റിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരേ ഷേപ്പായിരിക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഷേപ്പുകൾ അങ്ങനെ, അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ്സിൽ. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ, എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെയാണെങ്കിൽ, അതായത് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ വൈ ആക്സിസിന് സിമ്മട്രിക് ആയിരിക്കും. എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒറിജിനും സിമ്മട്രിക് ആയിരിക്കും. സോ ഇത് ചെക്ക് ചെയ്യണം. അതുപോലെ ഡിറ്റർമിൻ ദ ബിഹേവിയർ ഓഫ് എഫ് ഫോർ ലാർജ് ആബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് എക്സ്. അതായത് എക്സിൻ്റെ വലിയ വാല്യൂസിന് എഫ് ഓഫ് എക്സിൻ്റെ ബിഹേവിയർ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സും ചെക്ക് ചെയ്യണം. ഫൈൻഡ് ദി അസിംപ്റ്റോട്സ് കാണണം. അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഏതാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അത്, അല്ലെങ്കിൽ ഇനി അസിംപ്റ്റോട്ട് ഇല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യണം. ദെൻ ഫൈൻഡ് ദ ഇൻ്റർവെൽസ് വേർ എഫ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ്, ഡിക്രീസിങ് ആയിട്ടുള്ള ഇൻ്റർവെൽസ് ചെക്ക് ചെയ്യുക. ഫൈൻഡ് ദി റിലേറ്റീവ് എക്സ്ട്രീമ, ഡിറ്റർമൈൻ ദ കോൺകേവിറ്റി ആൻഡ് ഫൈൻഡ് ദ ഇൻഫ്ലക്ഷൻ പോയിന്റ്. ദെൻ ലാസ്റ്റ് സ്കെച്ച് ദ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ ഈ 9 എണ്ണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫിൻ്റെ ഏകദേശം ഷേപ്പ് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ 10th സ്റ്റേജിലേക്ക് സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് എഫ് എന്ന സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്നതാണ് കർവ് സ്കെച്ചിങ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വി ഹാവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x³ മൈനസ് 3x² മൈനസ് 12x പ്ലസ് 12. ഇത് ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും ഡിഫൈൻഡ് ആണ്. ഏത് എക്സ് കൊടുത്താലും ഈ എഫ് ഓഫ് എക്സിന് നമുക്ക് വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ ഡൊമൈന് ഏത് എക്സും അതിൻ്റെ ഡൊമൈനിൽ വരും, ദാറ്റ് ഈസ് എല്ലാ നമ്പേഴ്സും വരും. അതുകൊണ്ട് ഡൊമൈൻ നമുക്ക് -∞ മുതൽ +∞ വരെയുള്ള ഏതൊരു നമ്പറും എടുക്കാം. സോ ഡൊമൈൻ ഈസ് -∞ ടു +∞. അതാണ് ഫസ്റ്റ് നമ്മൾ ഗൈഡ് ലൈനിൽ പറഞ്ഞിട്ടുള്ള കാര്യം. സെക്കൻഡ് വൺ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ നമുക്ക് y ഇൻ്റർസെപ്റ്റ് കിട്ടും. എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് കിട്ടുന്നത് 12 ആണ്. അതായത് 0, 12 എന്നുള്ള പോയിൻ്റ്. അതായത് എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ 12 ആണ്. സോ y ഇൻ്റർസെപ്റ്റ് ഈസ് 12. ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് കാണാൻ y ഈക്വൽ ടു 0, y ഓർ എഫ് ഓഫ് എക്സ് ആണ് ഇവിടുത്തെ y. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് 2x³ മൈനസ് 3x² മൈനസ് 12x പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതൊരു ക്യൂബിക് പോളിനോമിയലാണ്, തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് വേഗത്തിൽ സോൾവ് ചെയ്യാം. ക്യൂബാണ്, അതുകൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ എക്സ് ഇൻ്റർസെപ്റ്റ് കാണുന്നില്ല. നമുക്ക് എളുപ്പമുള്ളത്, കാരണം നമുക്ക് ആ ഗ്രാഫിൻ്റെ ഏകദേശം ഷേപ്പാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ റിസ്ക്കാണ് കണ്ടുപിടിക്കാനെങ്കിൽ നമ്മളത് കാണേണ്ട ആവശ്യമില്ല. y ഇൻ്റർസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ രണ്ടും വേഗത്തിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ രണ്ടും നമുക്ക് കാണാം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്
സിമ്മട്രിയാണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കാണാം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ -2x³ -3x² എക്സിന് പകരം -x എന്ന് കൊടുക്കാം, +12x +12 എന്ന് വരും. ഇതും എഫ് ഓഫ് എക്സും ഈക്വൽ അല്ല. അതുപോലെ ഇതും -f ഓഫ് എക്സും ഈക്വൽ അല്ല. അതായത് y ആക്സിസിനും സിമ്മട്രി ഇല്ല, ഒറിജിനും സിമ്മട്രി ഇല്ല, സെൻറ്റർ 0 0ക്കും സിമ്മട്രി ഇല്ല. അപ്പോൾ നമുക്ക് y ആക്സിസിൻ്റെ രണ്ട് സൈഡിലും ഒരേ ഷേപ്പാണെന്നോ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഒരേ ഷേപ്പാണെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ദ ഗ്രാഫ് ഓഫ് എഫ് ഈസ് നോട്ട് സിമ്മട്രിക് വിത്ത് റെസ്പെക്ട് ടു ദി y ആക്സിസ് ഓർ ഒറിജിൻ. ഇനി നമുക്ക് എൻഡ് ബിഹേവിയർ, അതായത് രണ്ടറ്റത്തുള്ള എക്സ് ഇൻഫിനിറ്റി ആകുമ്പോഴും എക്സ് -ഇൻഫിനിറ്റി ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ ബിഹേവിയർ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയലാണ്. അതിൽ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും അല്ലേ, +∞ കിട്ടും. അതുപോലെ -∞ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -∞ എഫ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ -∞ കൊടുത്തു. പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതുകൊണ്ട് എക്സിന് എത്ര വലിയ വാല്യൂ കൊടുക്കുന്നു അത്രയും വലിയ വാല്യൂ നമുക്ക് കിട്ടും, ചെറിയ വാല്യൂ കൊടുക്കുമ്പോൾ അത്രയും ചെറിയ വാല്യൂ കിട്ടും. സോ ദ ഫംഗ്ഷൻ എഫ് ഇൻക്രീസസ് വിത്തൗട്ട് ബൗണ്ട്സ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ആസ് എക്സ് ഇൻക്രീസസ്, എക്സ് കൂടുന്തോറും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു വിത്തൗട്ട് ബൗണ്ട്സ്, ബൗണ്ടറി ഇല്ലാതെ. അതായത് നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റിയാണ്, ഒരു ബൗണ്ടറി ഇല്ലാതെ അതങ്ങ് ഇൻക്രീസ് ചെയ്യണം. അതുപോലെ തന്നെ എഫ് ഡിക്രീസസ് വിത്തൗട്ട് ബൗണ്ട്സ് ആസ് എഫ് ഓഫ് എക്സ് ഡിക്രീസസ് വിത്തൗട്ട് ബൗണ്ട്സ് ആസ് എക്സ് ഡിക്രീസസ്. എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും വിത്തൗട്ട് ബൗണ്ടറി ഡിക്രീസ് ചെയ്യുന്നു, അതായത് -∞ പോകുന്നു. ഇനി അഞ്ചാമത്തെ നമുക്ക് വേണ്ടത് അസിംപ്ടോട്ടാണ്. അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി +or എഫ് ഓഫ് എക്സ് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് രണ്ടും ഇൻഫിനിറ്റി കിട്ടിയത്, +or ആണ് ഇപ്പോൾ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ കിട്ടിയത്. ദാറ്റ് മീൻസ് എന്താണ്? എക്സിൻ്റെ വാല്യൂ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ ആയിരുന്നു കണ്ടീഷൻ. എക്സ് +or ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ y ഈക്വൽ ടു എൽ ഒരു ഹൊറിസോണ്ടൽ അസിംപ്ടോട്ടാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു റിയൽ നമ്പർ കിട്ടണം, പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് എന്താ? +or ആണ്. അപ്പോൾ ഇങ്ങനെ y ഈക്വൽ ടു എൽ നമുക്ക് എഴുതാൻ പറ്റില്ല, അങ്ങനെ ഒരു റിയൽ നമ്പർ ഇല്ല. ദാറ്റ് മീൻസ് ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട് ഇല്ല. ഇനി വെർട്ടിക്കൽ ഉണ്ടാവുമോ? വെർട്ടിക്കൽ ഉണ്ടോ എന്ന് അറിയാൻ എന്താ വേണ്ടത്? എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ +or കിട്ടുന്നതെന്നാണ്. പക്ഷെ ഇവിടെ എക്സിന് പോളിനോമിയലാണെന്ന് പറഞ്ഞു. എക്സിന് ഏത് ഫൈനൈറ്റ് വാല്യൂ, ഏത് റിയൽ നമ്പർ കൊടുത്താലും നമുക്ക് ഇൻഫിനിറ്റി കിട്ടില്ല. എഫ് ഓഫ് എക്സിന് കൃത്യമായിട്ട് നമുക്ക് 2x³, അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വാല്യൂ കൊടുത്താലും നമുക്കൊരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പോൾ there does not exist a number x tends to a പ്ലസ് അല്ലെങ്കിൽ a മൈനസ് അല്ലെങ്കിൽ x tends to a. ഏതായാലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു +or എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്നത്, ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു വാല്യൂ, ഇങ്ങനെ ഒരു ഏത് എ കൊടുത്താലും ഇങ്ങനെ ഒന്ന് കിട്ടില്ല. കാരണം എന്താ? എഫ് ഓഫ് എക്സ് പോളിനോമിയലാണ്. എക്സിന് ഏത് വാല്യൂ, അതായത് ഏത് ഫൈനൈറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഒരു റിയൽ നമ്പർ കിട്ടും. +or ആകുമ്പോൾ മാത്രമേ എഫ് ഓഫ് എക്സും എന്ത് കിട്ടുന്നുള്ളൂ? +or ആവുന്നുള്ളൂ. സോ നമുക്കൊരു എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടില്ല, ഒരു ലൈന് കിട്ടില്ല. അതുകൊണ്ട് അതിന് വെർട്ടിക്കൽ അസിംപ്ടോട്ടും ഇല്ല. അപ്പോൾ സോ എഫ് ഹാസ് നോ വെർട്ടിക്കൽ അസിംപ്ടോട്ട്സ് ആൻഡ് എഫ് ഹാസ് നോ ഹൊറിസോണ്ടൽ അസിംപ്ടോട്ട്സ്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഇൻ്റർവെൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് f' കാണണം. വരുന്നത് 6x² - 6x - 12. ആദ്യം f' 0 ആവുന്ന നമ്പർ, അതായത് ക്രിറ്റിക്കൽ നമ്പർ കാണണം. 6 × x² - x - 2 = 0. ദാറ്റ് ഇംപ്ലൈസ് 6 not equal to 0. That is x² - x - 2 = 0. That is x - 2 × x + 1 = 0. That means x equal to -1 and 2. So these are the critical numbers. പിന്നെ f' ഡിഫൈൻഡ് അല്ലാത്ത നമ്പറാണ് പിന്നെ വരിക, പക്ഷേ അവിടെ പോളിനോമിയൽ തന്നെയാണ് ഡെറിവേറ്റീവ്.
അതുകൊണ്ട് എല്ലാ പോയിന്റിലും ഡിഫൈൻഡ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ നമ്പർ ഈ -1ഉം 2ഉം മാത്രമേ വരുള്ളൂ. ഇനി ഇൻ്റർവെൽസ് നമുക്ക് ഡൊമൈൻ എന്ന് പറയുന്നത് -∞ to ∞ ആണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സും ഡൊമൈൻ എങ്ങനെ ഡിവൈഡ് ചെയ്യും? -∞ മുതൽ -1 വരെ, -1 മുതൽ 2 വരെ, 2 മുതൽ ∞ വരെ 3 ഇൻ്റർവെൽ ഉണ്ട്. ഓരോ ഇൻ്റർവെല്ലിലും ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ലിൽ -∞ -1 അവിടെ നിന്നൊരു പോയിൻ്റ് എടുക്കുക, 0 എടുക്കുക അല്ലേ, f'(0). ഇതിൽ വരുന്ന ഒരു പോയിൻ്റ് 0 ഈ ഇൻ്റർവെല്ലിൽ വരും. f'(0) എന്ന് പറഞ്ഞാൽ 6 × 0 -6 × 0 -12 -12 എന്ന് കിട്ടും. <0 ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഡിക്രീസിങ് ആണ്. ഈ ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണ്. ഇനി -1 -2ൽ നമുക്ക് -1 ഇവിടെ 0 ഇൻ്റർവെല്ലിൽ വരുന്നില്ലല്ലോ. നമുക്ക് -∞ -1ലെ പോയിൻ്റ് വരെടുക്കാം. ഈ പോയിൻ്റ് f'(0) ഏതിലെടുക്കാം? നമുക്ക് -1 -2ൽ -1 + 2 അല്ലേ, -1 + 2 ഓക്കെ -1 + 2ൽ f'(0) എടുക്കാം. അതായത് ഫസ്റ്റ് ഇൻ്റർവെൽ അല്ല, സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ഡിക്രീസിങ് ആണെന്ന് കിട്ടും. അത് നോക്കണം, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. -1 2 എന്ന ഇൻ്റർവെല്ലിലാണ് 0 വരുന്നത്. അപ്പോൾ -∞ -1ൽ, അതായത് ആദ്യത്തെ ഇൻ്റർവെല്ലിൽ നമുക്ക് -2 എടുക്കാം. -2 ആ ഇൻ്റർവെല്ലിൽ വരും. f'(-2) എന്ത് വരും? 6 × x - 2 എന്നല്ലേ, -2 -2 -2 + 1. സോ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ വരും, ഇവിടെ നെഗറ്റീവ് നമ്പർ വരും. സോ പോസിറ്റീവ്, ദാറ്റ് ഈസ് >0. ദാറ്റ് ഈസ് ഈ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ്. സെക്കൻഡ് ഇൻ്റർവെല്ലിൽ നമ്മൾ പറഞ്ഞു -1 + 2. തേർഡ് ഇൻ്റർവെൽ 2 to ∞. 2 to ∞ f'(3) 3 എടുക്കാം. 6 × 3 - 2 3 + 1 അഗെയിൻ >0 ഇൻക്രീസിങ്. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആണ്. -1 -∞ -1ലും അതുപോലെ 2 to ∞ ഇൻക്രീസിങ് ആണ്. -1 2ൽ ഡിക്രീസിങ് ആണ്. അതാണ് 6th സ്റ്റെപ്പ്. ദെൻ 7th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുകയാണ്, റിലേറ്റീവ് മാക്സിമം മിനിമം. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാകുക ക്രിട്ടിക്കൽ നമ്പേഴ്സിലാണ്, അതായത് -1ലും 2ലും ആണ്. അപ്പോൾ ആ ഇൻ്റർവെല്ല് 3 ഇൻ്റർവെല്ലാണ് നമുക്കുള്ളത്. -∞ to -1ഉം -1 to 2ഉം 2 to ∞. അപ്പോൾ -1 എന്ന നമ്പറിൽ ചെക്ക് ചെയ്യാൻ -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു നമ്പർ എടുക്കണം, റൈറ്റ് സൈഡിൽ നിന്ന് ഒരു നമ്പർ എടുക്കണം. -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ ഒരു നമ്പർ എടുത്തിട്ടുണ്ട്. അത് ഏതായിരുന്നു? f'(-2) ആയിരുന്നു. -2 നമുക്ക് കിട്ടിയത് അത് >0 ആയിരുന്നു. ഇനി -1ൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് ഈ ഇൻ്റർവെല്ലിൽ നിന്നാണ് എടുക്കുക. f'(0) നമ്മൾ കണ്ടിരുന്നു, ദാറ്റ് ഈസ് ഡിക്രീസിങ് <0 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ -1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻക്രീസിങ് ആണ്, റൈറ്റ് സൈഡിൽ ഡിക്രീസിങ് ആണ്. അപ്പോൾ -1ൽ എന്തുണ്ടാവും? റിലേറ്റീവ് മാക്സിമം. റിലേറ്റീവ് നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള, അതിൽ ആ വീഡിയോസ് കണ്ടാൽ ഒന്നുകൂടെ ക്ലിയർ ആകും. റിലേറ്റീവ് മാക്സിമം. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ക്രിട്ടിക്കൽ പോയിൻ്റ് 2 ആണ്. അപ്പോൾ 2ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർവെല്ലാണ് വരിക. അത് നമുക്ക് 0 തന്നെ എടുക്കാം അല്ലേ, f'(0) <0 ആണ്. ഇനി 2ൻ്റെ റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ എടുത്തു. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് 3 എടുക്കാം. 3 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇവിടെ നമ്മൾ f'(3) നേരത്തെ കണ്ടിട്ടുണ്ട്. f'(3) നമ്മൾ കണ്ടത് >0 ആണ്. സോ f'(3) >0. അതായത് 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡിക്രീസിങ് അല്ലേ, റൈറ്റ് സൈഡിൽ ഇൻക്രീസിങ്. അപ്പോൾ 2ൽ എന്തുണ്ടാവും? മിനിമം ആയിരിക്കും, റിലേറ്റീവ് മിനിമം. 2ൽ റിലേറ്റീവ് മിനിമം ആണ് നമുക്ക് കിട്ടുന്നത്. സോ അത് കണ്ടുപിടിച്ചു. 2 റിലേറ്റീവ് മിനിമം, -1 റിലേറ്റീവ് മാക്സിമം ആണ്. ഇനി നമുക്കുള്ളത് 8ാമത്തെ സ്റ്റെപ്പ്. 8ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആണ്. അപ്പോൾ അതിന് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് കാണുന്നത്.
12x മൈനസ് 6 എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ 12x minus 6 equal to 0, that is 12x equal to 6, then x equal to 6 by 12, that is 1 by 2. 1 by 2 ആണ് f double dash of x 0 ആവുന്ന പോയിന്റ്. ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് കോൺകേവ് അപ്പും ഡൗൺ ആണ്, അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നതും ലെസ് ദാൻ 0 ആവുന്നതും. അപ്പോൾ 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ടോട്ടൽ ഇൻ്റർവെല്ലിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഈ 1/2 ഒരൊറ്റ പോയിന്റ് ഉള്ളത് മൈനസ് ഇൻഫിനിറ്റി 1/2 1/2 ഇൻഫിനിറ്റി. നേരത്തെ 2 ക്രിറ്റിക്കൽ പോയിന്റ് ഉണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് 3 ഇൻ്റർവെൽ കിട്ടിയിരുന്നു. ഇവിടെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ 0 ആവുന്ന, ഡബിൾ ഡാഷ് 0 ആവുന്ന, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവുന്നത്. അപ്പോൾ 2 ഇൻ്റർവെൽ ഉണ്ടാവും. ഇനി മൈനസ് ഇൻഫിനിറ്റി 1/2 അതൊന്നൊരു പോയിന്റ് എടുക്കുക. ഇതിൽ കോൺകേവ് അപ്പാണോ, ഓരോ ഇൻ്റർവെല്ലിലും അതിൻ്റെ ക്യാരക്ടർ അറിയണം. അപ്പോൾ ഇതിലെ ഒരു പോയിന്റ് നമുക്ക് 0 എടുക്കാം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 6 എന്ന് കിട്ടും. ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആണെങ്കിൽ കോൺകേവ് ഡൗൺ ആണ്, കോൺകേവ് ഡൗൺ. ഇനി ഇതിന്നൊരു പോയിന്റ് 1/2 ഇൻഫിനിറ്റി, ഇത് നമുക്ക് എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 തന്നെ എടുക്കാം അല്ലേ. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 12 മൈനസ് 6 എന്ന് കിട്ടും, ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് കോൺകേവ് അപ്പാണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 1/2 കോൺകേവ് ഡൗണും 1/2 ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്പും ആണ് കിട്ടിയത്. ദെൻ 9ാമത്തെ കണ്ടീഷൻ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. അപ്പോൾ 0 ആവുന്ന പോയിന്റ് 1/2 ആണ് അല്ലേ. ഇനി ലെഫ്റ്റും റൈറ്റും നമ്മൾ 1/2ൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതായി ഇൻ്റർവെൽ വരും. ഇവിടെ ലെഫ്റ്റിലെടുത്തപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ 0 ആണ് എടുത്തത്, 0ൽ നെഗറ്റീവാണ്, ലെസ് ദാൻ 0 ആണ്. റൈറ്റ് എടുത്തപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ കോൺകേവിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1/2 ഇൻഫ്ലക്ഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ 1/2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് ആണ് 1/2. വൈ കോർഡിനേറ്റ് കിട്ടാൻ എഫ് ഓഫ് 1/2 കണ്ടാൽ 11/2 എന്ന് കിട്ടും. 11/2. അപ്പോൾ 1/2 11/2 is the inflection point of f. So we get 9 കണ്ടീഷനും ചെക്ക് ചെയ്തു. ഗൈഡ് ലൈൻസിൽ പറഞ്ഞ 9 സ്റ്റെപ്പും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി 10ാമത്തത് ഗ്രാഫ് സ്കെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയുള്ള ആ ഒരു കാര്യങ്ങളുടെ സമ്മറി നമുക്കൊന്ന് നോക്കാം. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇൻ്റർസെപ്റ്റ്സ് വൈ ഇൻ്റർസെപ്റ്റ് മാത്രമാണ് നമ്മൾ കണ്ടുപിടിച്ചത് 12. അതുപോലെ സിമ്മട്രി ഇല്ല, വൈ ആക്സിസിനും ഒറിജിനും സിമ്മട്രി ഇല്ല. എൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ലാർജ് വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഫങ്ഷൻ എങ്ങോട്ട് പോകുന്നു, രണ്ടും ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അസിംപ്ടോട്ട്സ് ഇല്ല, വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഇല്ല. ഇൻ്റർവെൽസ് വേർ എഫ് ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. അപ്പോൾ ഇൻക്രീസിങ് ഓൺ മൈനസ് ഇൻഫിനിറ്റി -1 2 to ഇൻഫിനിറ്റി, ഡിക്രീസിങ് ഓൺ -1 2. റിലേറ്റീവ് എക്സ്ട്രീമ, റിലേറ്റീവ് മാക്സിമം ഉള്ളത് -1ലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് -1 കണ്ടാൽ നമുക്ക് 19 എന്ന് കിട്ടും. റിലേറ്റീവ് മിനിമം ഉള്ളത് 2ലാണ്, കറസ്പോണ്ടിങ് എഫ് ഓഫ് 2 -8 ആണ് വരിക. അതും ഓക്കെ. ഇനി കോൺകേവ് ഡൗൺവേർഡ് ആണ് മൈനസ് ഇൻഫിനിറ്റി 1/2, അപ്വേർഡ് 1/2 ഇൻഫിനിറ്റിയിൽ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനേ ഉള്ളൂ, 1/2 11/2. സോ ഇത്രയാണ് നമ്മൾ സമ്മറൈസ് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇനി അതിൻ്റെ ഗ്രാഫ് നമ്മൾ ഗ്രാഫിക്കലി അത് വരയ്ക്കുക. സോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏകദേശം നമുക്കതിൻ്റെ ഷേപ്പാണ് കിട്ടുന്നത്. അതുപോലെ കറക്റ്റ് ആ പോയിൻ്റ് എടുത്തിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്, ആ ഷേപ്പ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. സോ എക്സ് ആക്സിസും വൈ ആക്സിസും, എക്സ് ആൻഡ് വൈ ആക്സിസസ്, ദെൻ 1 2 ഓക്കെ. കുറച്ചുകൂടെ മുകളിലേക്ക് വരയ്ക്കേണ്ടി വരും, കാരണം നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. എക്സ് ആൻഡ് വൈ ആക്സിസസ് 1 2 3 എക്സെട്ര. ഇങ്ങോട്ട് -1 ഉണ്ടാവും, -2 -3 എക്സെട്ര. മുകളിലേക്ക് നമുക്ക് ഈ ഇത് കണ്ടാൽ നമുക്കറിയാം, അതായത് നമ്മുടെ സമ്മറി കണ്ടാൽ നമുക്കറിയാം
വൈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് ഇവിടെ 19 കിട്ടുന്നുണ്ട്, ഇവിടെ -8, വലിയ വാല്യൂസാണ് കിട്ടുന്നത് 11/2. അപ്പോൾ നമ്മൾ ഏകദേശം അതിനനുസരിച്ച് വൈ കോർഡിനേറ്റിൽ പോയിൻറ്റ്സ് എടുക്കുക. അപ്പോൾ 1 2 3 ഒക്കെ എടുത്താൽ നമുക്ക് ഒരുപാട് ലെങ്ത്ത് വേണ്ടി വരും. അപ്പോൾ 10 എടുക്കാം, ഒരു യൂണിറ്റ് ഈക്വൽ ടു 10 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 20, 30 എക്സെട്ര അങ്ങനെ പോകും. താഴേക്കും അതേപോലെ -10 ഉണ്ടാവും, അതുപോലെ -20 അങ്ങനെ പോകും. ഇനി നമ്മൾ ആ സമ്മറിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ ഷേപ്പ്, അതായത് ഇൻക്രീസിങ് ഡിക്രീസിങ് അതൊക്കെ നോക്കിയിട്ടാണ് കൂടുതലും നമുക്ക് സിമ്മട്രി. വൈ ഇൻ്റർസെപ്റ്റ് 12 ആണ്, അതായത് x 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 12 ആണ്. അപ്പോൾ x 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 12 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും 0 12. ഓക്കെ, അതിലൂടെ ഗ്രാഫ് കടന്നു പോകുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമുക്കുള്ളത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇൻ്റർവെൽസ് ഉണ്ട്. -∞ -1, അതായത് ഇതുവരെ ഇൻക്രീസിങ് ആണ്. അതുപോലെ 2 to ∞, ഇവിടുന്ന് അങ്ങോട്ടും ഇൻക്രീസിങ് ആണ്. ഈ ഇൻ്റർവെല്ലിൽ ഗ്രാഫ് ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇനി അതുപോലെ നമുക്കൊരു മാക്സിമം പോയിൻ്റ് ഉണ്ട്, റിലേറ്റീവ് മിനിമം പോയിൻറ്റും മാക്സിമം പോയിൻറ്റും. മാക്സിമം പോയിൻ്റ് എന്ന് പറയുമ്പോൾ -119 ആണ്. -119 ഏകദേശം ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്, -119. ഇനി അതുപോലെ മിനിമം ഉള്ളത് 2 - 8 ആണ്. 2 - 8 ഏകദേശം നമുക്ക് ഇവിടെ നോക്കാം, 2 - 8. അപ്പോൾ ഈ രണ്ട് പോയിന്റിലൂടെ കർവിന് കടന്നു പോകുന്നുണ്ട്. അവിടെയാണ് മാക്സിമം ഉള്ളത് -190-ൽ, അതുപോലെ 2 - 8-ൽ മിനിമം ഉണ്ട്. സോ ഇവിടെ ഈ ഇൻ്റർവെല്ലിൽ -∞ -1-ൽ ഫങ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇതിങ്ങനെ പോകും. ദെൻ ഇവിടെ എത്തിയാൽ അത് മാക്സിമത്തിലെത്തുന്നു, പിന്നെ ഡിക്രീസ് ചെയ്തിട്ട് ഇതിവിടെ എത്തുന്നു അല്ലേ, പിന്നെ അത് ഡിക്രീസ് ചെയ്ത് മാക്സിമം അതിവിടെ എത്തുന്നു. ദെൻ വീണ്ടും അടുത്ത ഈ ഇൻ്റർവെല്ലിൽ അത് വീണ്ടും ഇൻക്രീസിങ് ആണ്. സോ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇത് ഇവിടെയുള്ള പോയിൻറ്റ്സ് ഒന്നും നമുക്ക് കറക്റ്റ് ആയിക്കോളണമെന്നില്ല, ഇടയ്ക്കുള്ള, അതായത് -2-ൽ നേരെ നോക്കിയാൽ ഈ പോയിൻ്റ് ആവണമെന്നില്ല, പക്ഷേ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഗ്രാഫ് സ്കെച്ച് ചെയ്യുന്നത്. സോ ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് അടയാളപ്പെടുത്തുകയാണ്, ഓരോ പോയിൻ്റും അടയാളപ്പെടുത്തി. നമ്മൾ ഒറ്റ പിക്ചറിലാണ് കർവ് വരച്ചത്, ഇവിടെ അതിൻ്റെ ഏകദേശം ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് കർവ് സ്കെച്ചിങ് എന്ന ആ ഒരു പ്രോബ്ലം നമ്മളിങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണണം, അതായത് നമ്മൾ ഇതുവരെ പഠിച്ച ഏകദേശം എല്ലാ കാര്യങ്ങളും അതിൽ വരും. ഇൻക്രീസിങ് ഡിക്രീസിങ് ഇൻ്റർവെൽ, എക്സ്ട്രീമ, റിലേറ്റീവ് എക്സ്ട്രീമ, പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ, കോൺകേവിറ്റി ചെക്ക് ചെയ്യാൻ എല്ലാം വരും, അസിംപ്റ്റോട്ട് എല്ലാം. ഓക്കെ, താങ്ക് യു.